ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ പല വീടുകളിലും പുതിയ വീട് കാര്യങ്ങൾ വെക്കുന്ന സമയത്ത് വീട് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ഈ പൈപ്പ് ലൈനൊക്കെ പോയ സമയത്ത് അതായത് വയറിങ്ങിൻ്റെ പൈപ്പ് ലൈൻ പോകുന്ന ഏരിയകളിലൊക്കെ പൊട്ട് വീഴുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിപ്പോഴല്ല, ഒരു 3 വർഷം 4 വർഷം കഴിയുന്ന സമയത്ത് ഇതുപോലെ ഉണ്ട് പൈപ്പുകൾ പോകുന്ന സമയത്ത് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് പൊട്ട് വീഴുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെ ഒഴിവാക്കാമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ വയറിങ്ങിൻ്റെ പൈപ്പ് നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. കൊണ്ടുപോകുന്ന സമയത്ത് 1-2 പൈപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഏരിയകളിൽ, അപ്പോൾ ഈ DB വരുന്ന ഏരിയകളിലൊക്കെ കണ്ടാവും ഒരുപാട് പൈപ്പുകൾ ഇറങ്ങുന്നുണ്ടാവും. 10, 12, 13 പൈപ്പുകളെല്ലാം തന്നെ കംപ്ലീറ്റ് സർക്യൂട്ട് കാര്യങ്ങൾ വീടിൻ്റെ വലിപ്പം വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ AC അതുപോലെ സെപ്പറേറ്റ് സർക്യൂട്ടുകൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പൈപ്പുകൾ നമ്മൾ DBയിലേക്ക്, അതായത് മെയിൻ സ്വിച്ചിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഏരിയകളിലെല്ലാം ഒരുപാട് പൈപ്പുകൾ വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തേക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്യാപ്പുകളെല്ലാം തന്നെ കറക്റ്റ് ഫില്ല് ചെയ്യാത്തതാണ് ഈ പൊട്ടുകൾക്ക് കാരണം വരുന്നത്. അതായത് നമ്മൾ ഈ കറക്റ്റ് ഫില്ല് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ കാണുന്ന നെറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ നെറ്റ് നമ്മൾ ആദ്യമേ തന്നെ അതിൻ്റെ അകത്ത് പരിക്കൻ ടൈറ്റ് ചെയ്തതിന് ശേഷം തേക്കുന്നതിന് മുന്നേ ആദ്യമേ തന്നെ പൈപ്പ് ഫില്ല് ചെയ്യണം. അതിനുശേഷം തേക്കുന്നതിന് മുന്നേ ഈ പറയുന്ന രീതിയിൽ നെറ്റ് കാര്യങ്ങൾ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ നെറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പിടുത്തമായി, അതായത് മുകളിലും താഴെയും വരുന്ന ഏരിയകളിൽ നല്ല പിടുത്തം വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും തന്നെ പൊട്ട് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പൈപ്പുകൾ മാത്രമല്ല, ഒരു പൈപ്പ് 2 പൈപ്പൊന്നും വിഷയം ഉണ്ടാവില്ല. അത് എണ്ണം കൂടുതൽ, പൈപ്പുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ പൊട്ട് വീഴാനുള്ള ചാൻസ് വരുന്നത്. കാരണം വേറൊന്നുമല്ല, അവിടെ നിന്ന് സിമെൻറ്റും നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് PVC വരുന്നത്, നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ പ്രശ്നങ്ങൾ പൊട്ട് വീഴാനുള്ള ചാൻസ് വരുന്നത്. അപ്പോൾ ഈ നെറ്റ് കാര്യങ്ങൾ വെച്ച് കഴിയുമ്പോൾ ഒരു ഗ്രിപ്പാണ് വരുന്നത് അവിടെ. അപ്പോൾ മെയിനായിട്ട് വരുന്ന ഭിത്തിയും തമ്മിൽ സിമെൻറ്റും അതുപോലെ തന്നെ എല്ലാം തമ്മിൽ നല്ലൊരു ഒരു കോമ്പിനേഷൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ നെറ്റ് കാര്യങ്ങളായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മെയിനായിട്ട് വരുന്ന നമ്മുടെ DB വരുന്ന ഏരിയകളിൽ DB അതുപോലെ തന്നെ പൈപ്പുകളുടെ എണ്ണം കൂടുന്നത്, ഒരു 3 പൈപ്പോ 4 പൈപ്പോ ഒക്കെ പോകുന്ന സമയത്ത് വയറിങ്ങിൻ്റെ പൈപ്പ് പോകുന്ന ഏരിയകളിൽ നല്ല വീതിയിലായിരിക്കും നമ്മൾ വെട്ടി ക്ലിയർ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയകളിലെല്ലാം തന്നെ ഇതിപ്പോൾ ഞാൻ ചെറിയൊരു നെറ്റ് എടുത്തു എന്നുള്ളൂ, ഇത് വീതി കൂടിയ ടൈപ്പ് വരുന്നുണ്ട്, വീതി കുറഞ്ഞ ടൈപ്പ് വരുന്നുണ്ട്. ഇതെല്ലാം വച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ തേച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഒരു പൊട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇനിയിപ്പോൾ ഈ നെറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കെട്ടുകമ്പിയിൽ, അതായത് വാർക്കുന്ന സമയത്ത് കമ്പികൾ തമ്മിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന ചെറിയ കെട്ടുകമ്പിയുണ്ട്, അത് വെച്ചിട്ട് പാവി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് പാവിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം ഈ മെഷ് നമുക്ക് ഓൾറെഡി നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ മെഷ് വെച്ച് ക്ലിയർ ചെയ്ത് തേച്ച് പോയി കഴിഞ്ഞാൽ ഒരു പൊട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതാണ് പല വീടുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 2 വർഷം 3 വർഷം കഴിയുന്ന സമയത്ത് പൊട്ട് വീണതായിട്ട്, അതായത് അതായത് നമ്മുടെ ഇലക്ട്രിക് പൈപ്പുകൾ പോകുന്ന വഴിയിൽ, അതായത് മറ്റു പൊട്ടുകളല്ല ഉദ്ദേശിച്ച്, അതായത് ഇലക്ട്രിക് പൈപ്പുകൾ പോകുന്ന ഏരിയകളിൽ പൊട്ട് വീട് ഇങ്ങനെ ഒരു വിണ്ട് കീറുന്ന ഒരു അവസ്ഥ നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളത് മാറ്റാൻ നിന്ന ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്താൽ നീറ്റായിട്ട് വീട് നമുക്ക് ഒരു പൊട്ടലോ കാര്യങ്ങളോ ഇല്ലാതെ നല്ലൊരു വീട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഏരിയകളിലാണ് കൂടുതൽ നെറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. DB വരുന്ന ഏരിയകളിലാണ് കൂടുതൽ പൈപ്പുകളൊക്കെ വരുന്നത്. ആ ഏരിയകൾ യൂസ് ചെയ്താൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.